ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ നമ്മുടെ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന നമ്മുടെ ലേൺ ടു ട്രേഡ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ എന്താണ് നമ്മുടെ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്, കറൻസികളാണ് നമ്മൾ പഠിച്ചു, അത് പെയറുകളായിട്ടാണ് ട്രേഡ് ചെയ്യപ്പെടുന്നതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കറൻസി പെയറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇൻഡെപ്തിൽ തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് നോട്ട്ബുക്കും പെന്നും കയ്യിലെടുത്ത് വെച്ച് കൃത്യമായിട്ട് നോട്ട് എഴുതി തന്നെ മുന്നോട്ട് പോവുക. നമുക്ക് നേരെ ഈ ഒരു സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു കറൻസി പെയേഴ്സ് ആണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. GBP, JPY, AUD, CAD, യൂറോ, USD, കുറച്ച് എക്സാമ്പിൾസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ ഒരു കറൻസി പെയറിനെ മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് കഴിയും. മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒന്നാമത്തത് മേജർ പെയർ ആണ്, രണ്ടാമത്തത് മൈനർ പെയർ ആണ്, മൂന്നാമത്തത് എക്സോട്ടിക് പെയർ ആണ്. ഇങ്ങനെ മൂന്ന് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കറൻസി പെയറുകളെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്താണ് മേജർ പെയർ എന്നും എന്താണ് മൈനർ പെയർ എന്നും എന്താണ് എക്സോട്ടിക് പെയർ എന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മേജർ കറൻസി പെയർ എന്താണെന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കാം. ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസി ആയിട്ട് വരുന്നത് നമ്മുടെ US ഡോളറാണ്. അപ്പോൾ US ഡോളറിനോടൊപ്പം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസി പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവയെ മേജർ പെയറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം പെയറുകളായിട്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ കറൻസീസ് ട്രേഡ് ചെയ്യപ്പെടുന്നത്. അവിടെ US ഡോളറും US ഡോളറിനോടൊപ്പം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസിയും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവയെ നമുക്ക് മേജർ പെയറായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മേജർ പെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ലിക്വിഡിറ്റി ആണ്. എന്താണ് ഈ ഒരു ഹൈ ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു 10 മില്യൺ പ്ലസ് റീറ്റെയിൽ ട്രേഡേഴ്സാണ് ഫോറക്സ് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷം ട്രേഡേഴ്സും ട്രേഡ് ചെയ്യുന്നത് മേജർ പെയറിലാണ്. അതായത് ഹൈ ലിക്വിഡിറ്റിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഈ ഒരു കറൻസി പെയറിനെ മേടിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്ത് ട്രേഡ് എടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഹൈ ലിക്വിഡിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മേജർ കറൻസി പെയർസിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമാണ്. അതാണ് ഏറ്റവും വലിയ ഈ ഒരു മേജർ പെയറിൻ്റെ ആ ഒരു പ്രത്യേകത, ഹൈ ലിക്വിഡിറ്റിയാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനർ പെയർ. ആദ്യം പഠിച്ചത് മേജർ പെയർ ആണ്. അത് അവിടെ US ഡോളറും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസിയുമാണ് പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി മൈനർ പെയറിലേക്ക് വരുമ്പോൾ ഇവിടെ US ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കറൻസികൾ എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെടും. ഒരു എക്സാമ്പിൾ ആയിരുന്നു GBP, JPY. മറ്റൊരു എക്സാമ്പിൾ AUD, CAD. ഓസ്ട്രേലിയൻ ഡോളറും കനേഡിയൻ ഡോളറുമാണ് AUD, CAD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ US ഡോളർ വരുന്നില്ല. US ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കറൻസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇവിടെ ഒരു മോഡറേറ്റ് ലിക്വിഡിറ്റിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഹൈ ലിക്വിഡിറ്റി നമുക്ക് ഒരിക്കലും പറയാനായിട്ട് കഴിയില്ല. അതായത് ഒരുപാട് ആൾക്കാർ കൂടുതലും ട്രേഡ് ചെയ്യുന്നത് മേജർ പെയറിലാണ്. ഒരു മീഡിയം ലെവൽ ഓഫ് രീതിയിലുള്ള ലിക്വിഡിറ്റി വരുന്നത് മൈനർ പെയർസിലാണ്. ഹൈ ലിക്വിഡിറ്റി എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് ലിക്വിഡിറ്റിയാണ് മൈനർ പെയർസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കുഴപ്പമില്ല, നമുക്ക് ബിഗിനർ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മേജർ പെയറിൽ ട്രേഡ് ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഈ ഒരു മൈനർ പെയറിൽ കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ മൈനർ പെയറിലും വർക്കൗട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ഒരു കറൻസി പെയർ എടുത്ത് നോക്കുവാണെങ്കിൽ അത് എക്സോട്ടിക് പെയർ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസിയും അതിനോടൊപ്പം തന്നെ ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ കറൻസിയും, അതായത് ഒരു എമർജിംഗ് കൺട്രിയുടെ കറൻസിയും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവയാണ് നമ്മൾ എക്സോട്ടിക് പെയർ എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസിയോടൊപ്പം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ കറൻസിയും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അവയെയാണ് നമ്മൾ എക്സോട്ടിക് പെയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ മേജർ ഉണ്ട്, മൈനർ ഉണ്ട്, എക്സോട്ടിക് ഉണ്ട്. അപ്പോൾ ഈ എക്സോട്ടിക്കിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ലോ ലിക്വിഡിറ്റി ആണ്. അധികം ആരും നമ്മുടെ ഈ പറഞ്ഞ എക്സോട്ടിക് പെയറിൽ പോയി ട്രേഡ് ചെയ്യാറില്ല. ലോ ലിക്വിഡിറ്റി ആണ്, അതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മേജർ പെയറാണ് നല്ലതെന്ന് പറയുന്നത്? ഈ നമ്മുടെ എക്സോട്ടിക് പെയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ അത്ര അധികം ബിഗിനർ ഫ്രണ്ട്ലി അല്ല. ബിഗിനറിന് വന്ന് പെട്ടെന്ന് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല, കുറച്ച് പാടാണെന്ന് പറയുന്നതിന് കാരണം എന്താണ്, തൊട്ടടുത്ത് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, സ്പ്രെഡ് എന്നൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങൾ മേജറിൽ ട്രേഡ് ചെയ്യണം, എന്തുകൊണ്ട് എക്സോട്ടിക്കിലും അതുപോലെ തന്നെ മൈനറിലും അത്ര വലിയ രീതിയിൽ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ട എന്നൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കൃത്യമായിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് മേജർ പെയർ എന്നും എന്താണ് മൈനർ പെയർ എന്നും എന്താണ് എക്സോട്ടിക് പെയർ എന്നും. അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച കറൻസി പെയർസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്കൊന്ന് നോക്കാം.
മേജർ പെയർ നമ്മൾ എടുത്ത് നോക്കുവാണ് എന്നുണ്ടെങ്കിൽ അവിടെ EUR/USD വരുന്നുണ്ട്, GBP/USD വരുന്നുണ്ട്, USD/JPY വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും US ഡോളറിനോടൊപ്പം തന്നെ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസി പെയർ ചേർന്നാണ് ഇവിടെ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇനി മൈനർ പെയറിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ EUR/GBP വരുന്നുണ്ട്, EUR/JPY വരുന്നുണ്ട്, GBP/JPY വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ US ഡോളർ വരുന്നില്ല. US ഡോളറിനെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ മറ്റ് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളുടെ കറൻസി എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നു. ഇനി എക്സോട്ടിക് പെയറിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഇവിടെ USD/TRY, EUR/MXN, USD/ZAR. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകാം ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യത്തിൻ്റെ കറൻസിയും അതിനോടൊപ്പം തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കറൻസിയുമാണ് പെയർ ചേർന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ലിക്വിഡിറ്റിയാണ്. മേജർ പെയറിലാണ് ഏറ്റവും കൂടുതൽ ഹൈ ലിക്വിഡിറ്റി ഉള്ളത്. അതേസമയം എക്സോട്ടിക് പെയറിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലോ ലിക്വിഡിറ്റിയാണ്. അപ്പോൾ എപ്പോഴും ഒരു ബിഗിനർ ട്രേഡർ ആദ്യം തന്നെ ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യേണ്ടത് ഹൈ ലിക്വിഡ് ആയിട്ടുള്ള കറൻസി പെയറുകളിലാണ്. അതാണ് കുറച്ചും കൂടെ സേഫസ്റ്റ് ആയിട്ടുള്ള കറൻസി പെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയേഴ്സ് എന്ന് പറയുന്നത് EUR/USD വരുന്നുണ്ട്, GBP/USD വരുന്നുണ്ട്, USD/JPY ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് ആദ്യം തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ 3 ടൈപ്പ് ഓഫ് കറൻസി പെയേഴ്സിനെ പറ്റി പഠിച്ചു. ഇനി ഇൻഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം കറൻസികൾ പെയറുകളായിട്ടാണ് ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്നത്. ഇതിൽ ആദ്യത്തെ കറൻസിയെ നമ്മൾ ബേസ് കറൻസി എന്നും രണ്ടാമത്തെ കറൻസിയെ നമ്മൾ കോട്ട് കറൻസി എന്നുമാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് കറൻസി, കോട്ട് കറൻസി എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഞാനൊരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് EUR/USD എന്ന് പറയുന്ന ഒരു കറൻസി പേര് നമുക്കൊന്ന് എടുക്കാം. അതിൽ യൂറോ എന്ന് പറയുന്നത് ബേസ് കറൻസിയും അതേസമയം USD എന്ന് പറയുന്നത് കോട്ട് കറൻസിയുമാണ്. അപ്പോൾ ഈ ബേസ് കറൻസിയും കോട്ട് കറൻസിയും പറഞ്ഞു പോകുമ്പോൾ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു പോകണം, എക്സ്ചേഞ്ച് റേറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ഒരു ബിസ്ക്കറ്റ് മേടിക്കുകയാണെന്ന് കരുതുക. ആ ബിസ്ക്കറ്റിന് എന്തുണ്ട്, ഒരു റേറ്റ് ഉണ്ട്. ഇപ്പോൾ 10 രൂപയെന്നോ 20 രൂപയെന്നോ ഒരു റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറൻസി പെയറുകൾ മേടിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ എന്ത് വേണം, ഒരു റേറ്റ് വേണം അല്ലേ. EUR/USD എന്ന് പറയുന്ന കറൻസി പെയറിനെ മേടിക്കണമെങ്കിലോ വിൽക്കണമെങ്കിലോ നമുക്കതിന് ഒരു റേറ്റ് വേണം. അതിനെയാണ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഞാൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് എന്നൊന്ന് മനസ്സിലാക്കി തരാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ USD/INR, ഇന്ത്യൻ റുപ്പി വരുന്ന ഒരു പെയറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. USD/INR. USD/INRൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് 96 രൂപയാണ് എന്ന് കരുതുക. ജസ്റ്റ് വെറുതെ അല്ല 96 രൂപ അവിടെ വന്നത്. എത്ര കോട്ട് കറൻസി വേണം നമുക്കൊരു ബേസ് കറൻസി മേടിക്കാൻ എന്നാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കാണിച്ചു തരുന്നത്. USD/INR എക്സ്ചേഞ്ച് റേറ്റ് എത്രയാണ്, 96 രൂപ. അതിനർത്ഥം എന്താണ്, ഇന്ത്യൻ രൂപ 96 രൂപ വേണ്ടി വരും ഒരു US ഡോളർ നമുക്ക് മേടിക്കണമെങ്കിൽ എന്നാണ് നമുക്കിവിടെ എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചു തരുന്നത്. ശ്രദ്ധിക്കുക, എത്ര കോട്ട് കറൻസി വേണം നമുക്ക് ബേസ് കറൻസി മേടിക്കാൻ എന്നാണ് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ USD/INR എന്ന് പറയുന്ന പെയറിൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് 96 രൂപയാണെങ്കിൽ ഇന്ത്യൻ രൂപ 96 രൂപ വേണ്ടി വരും ഒരു US ഡോളർ നമുക്ക് മേടിക്കാനായിട്ട്. അതാണ് നമുക്കിവിടെ എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചു തരുന്നത്. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റി പറഞ്ഞു പോകുമ്പോൾ തന്നെ നമുക്ക് ബിഡ് പ്രൈസ് എന്താണ്, ആസ്ക് പ്രൈസ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ ഒന്ന് മനസ്സിലാക്കി തരാം. നമ്മളിപ്പോൾ ഞാനൊരു കാർ വിൽക്കാനിട്ടേക്കുവാണ് എന്ന് കരുതുക. ഓക്കെ, ഞാനൊരു കാർ വിൽക്കാനിട്ടേക്കുവാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താ ചിന്തിക്കുന്നത്, എത്ര കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നോ അത്ര കൂടിയ വിലയ്ക്ക് കൊടുക്കാം എന്നേ വിൽക്കാൻ നിൽക്കുന്ന ഒരാൾ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ മേടിക്കാൻ നിൽക്കുന്ന ഒരാളാണെങ്കിലോ എത്ര വില കുറച്ച് മേടിക്കാം അത്രയും വില കുറച്ച് മേടിച്ചാലോ എന്നേ ഒരു ബയ്യർ ചിന്തിക്കത്തുള്ളൂ. സെല്ലറും ബയ്യറും അല്ലെ. ഒരു കറൻസി പെയർ മേടിക്കണമെങ്കിൽ അവിടെ ഒരു ബയ്യർ ഉണ്ടാവണം, ഒരു വിൽക്കണമെങ്കിൽ അവിടെ ഒരു സെല്ലർ ഉണ്ടാവണം അല്ലേ. ബയ്യറും സെല്ലറും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് നമ്മുടെ ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബയ്യറുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ എത്രത്തോളം വില കുറച്ച് മേടിക്കാൻ കഴിയുന്നോ അത്രത്തോളം വില കുറച്ച് മേടിക്കും. ഒരു സെല്ലറുടെ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എത്രത്തോളം വില കൂട്ടി വിൽക്കാൻ കഴിയുന്നോ അത്രത്തോളം വില കൂട്ടി വിൽക്കുന്നതാണ്. അപ്പോൾ ബയ്യർ, അതായത് ബയ്യർ കോട്ട് ചെയ്യുന്ന വിലയാണ് നമ്മൾ ബിഡ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. ശ്രദ്ധിക്കുക, ബയ്യർ എനിക്ക് ഇത്ര രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ എടുക്കാം. USD/INR എന്ന് പറയുന്ന കറൻസി പെയർ എനിക്കൊരു 95 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മേടിക്കുക, ഞാൻ കോട്ട് ചെയ്ത പ്രൈസാണ്, അതായത് എൻ്റെ ബിഡ് പ്രൈസ്, ഞാൻ മേടിക്കാൻ തയ്യാറാണ്. USD/INR എന്ന് പറയുന്ന പേർ 95 രൂപയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മേടിക്കാം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുന്നോ അത് മേടിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് വേണ്ട പ്രൈസ് 95 രൂപയിലാണ്. അതിനെയാണ് നമ്മൾ ബിഡ് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അതേസമയം സെല്ലർ ചിന്തിക്കുന്നത് എന്നാൽ എത്ര കൂടിയ വിലയ്ക്ക് വിൽക്കാൻ കഴിയുന്നോ അത്ര കൂടിയ വിലയ്ക്ക് വിൽക്കാം. അപ്പോൾ ഞാൻ സെല്ലർ ആണെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് 100 രൂപയിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന USD/INR എന്ന് പറയുന്ന കറൻസിയെ വിൽക്കാം തയ്യാറാണ് എന്ന രീതിയിൽ
സെല്ലർ നിൽക്കുന്നു. അപ്പോൾ ബയ്യർ നിൽക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ലെവലിലും സെല്ലർ നിൽക്കുന്നത് വില കൂട്ടി വിൽക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് തമ്മിലൊരു പ്രൈസ് ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ 95-ലാണ് ഈ ബയ്യർ നിൽക്കുന്നത്, അതായത് ബിഡ് പ്രൈസ് 95-ലാണ് ഉള്ളത്. ആസ്ക് പ്രൈസോ സെല്ലർ നിൽക്കുന്നത് എവിടെയാണ്? 100 രൂപയിലാണ് സെല്ലർ നിൽക്കുന്നത്. അപ്പോൾ ഇവ തമ്മിലൊരു പ്രൈസ് ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. ബയ്യറും സെല്ലറും തമ്മിലൊരു പ്രൈസ് ഗ്യാപ്പ് നമുക്ക് കാണാൻ കഴിയും. ഈ പ്രൈസ് ഗ്യാപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പ്രെഡ്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ബയ്യറും സെല്ലറും തമ്മിലുള്ള ആ ഒരു പ്രൈസ് ഗ്യാപ്പിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഈ സ്പ്രെഡ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഈ സ്പ്രെഡ് എത്രത്തോളം കുറയുന്നോ ട്രേഡ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. എന്തുകൊണ്ട് നമ്മൾ മേജർ പെയറിൽ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞത്? അതിനകത്ത് സ്പ്രെഡ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനർക്ക് ഈസി ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൈനർ പെയറിലേക്ക് പോകുവാണെങ്കിലോ അവിടെ ഒരു മീഡിയം ലെവൽ ഓഫ് സ്പ്രെഡാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എക്സോട്ടിക്കിലേക്ക് വരുമ്പോൾ വളരെയധികം സ്പ്രെഡാണ്, ട്രേഡ് ചെയ്യാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് എക്സോട്ടിക് പെയറിൽ. അതുകൊണ്ടാണ് ഈ സ്പ്രെഡിൻ്റെ റീസൺ കൊണ്ടാണ് ഏറ്റവും പ്രധാനമായിട്ട് മെയിൻലി നമ്മൾ എന്ത് പറയുന്നത്, മേജർ പെയറിൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. ഒരു ബിഗിനർ ആണെങ്കിൽ ആദ്യം മേജർ പെയറിൽ ട്രേഡ് ചെയ്യുക, കുറച്ചൊന്ന് എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ നിങ്ങൾക്ക് മൈനർ പെയറിലേക്ക് പോകാനായിട്ട് കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, ബയ്യറും സെല്ലറും തമ്മിലുള്ള പ്രൈസ് ഗ്യാപ്പിനെയാണ് നമ്മൾ ആ ഒരു സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിനി എക്സ്ചേഞ്ച് റേറ്റിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ നേരെ സ്ക്രീനിലേക്ക് പോകുകയാണ്. ഇവിടെ യൂറോ USDയുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്കൊന്ന് എടുക്കാം. യൂറോ USDയുടെ എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 1.1764 ഈ രീതിയിലായിരിക്കും. തൊട്ടുമേളിൽ ചെറിയൊരു സംഖ്യ നമുക്ക് ഇത്തരത്തിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ചെറിയൊരു സംഖ്യ തൊട്ടുമേളിൽ ഈ രീതിയിൽ കാണാനായിട്ട് കഴിയുന്നതാണ്. ഈ മേളിൽ കാണുന്ന ചെറിയ സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് പിപ്പറ്റ്. ചെറിയ സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് പിപ്പറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോട്ടിലൊന്ന് എഴുതിയെടുക്കുക. വലിയ സംഖ്യ നമ്മൾ വിളിക്കുന്ന പേരാണ് പിപ്പ് അഥവാ പെർസെൻറ്റേജ് ഇൻ പോയിൻറ്റ്. വലിയ സംഖ്യ വിളിക്കുന്ന പേരാണ് പിപ്പ്. 10 പിപ്പറ്റ് ഈക്വൽ ടു 1 പിപ്പാണ്. 10 പിപ്പറ്റ് ഈക്വൽ ടു 1 ടിപ്പാണ്. അതായത് 10 പിപ്പറ്റ് ചേരുമ്പോഴാണ് ഒരു ടിപ്പാകുന്നത്. അപ്പോൾ ഇവിടെ പിപ്പറ്റ് ഇപ്പോൾ 2 ആണ്. 2 മാറി ഇവിടെ എന്ത് ചെയ്യും? 3, 4, 5, 6, 7, 8, 9. നെക്സ്റ്റ് എന്ത് ചെയ്യും? അടുത്ത് തൊട്ട് താഴെ ഈ 4 മാറിയിട്ട് ഇവിടെ എന്ത് ചെയ്യും? 5 ആകും. തൊട്ട് മേളിൽ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും? 0 ആകും. വീണ്ടും എന്ത് ചെയ്യുന്നു? പിപ്പറ്റ് ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. അടുത്ത് എന്ത് ചെയ്യുന്നു? ഈ 5 മാറി തൊട്ട് താഴെ കാണുന്ന ഈ 5 മാറി ഇവിടെ 6 ആകുന്നു. തൊട്ട് മേളിൽ എന്ത് ചെയ്യുന്നു? ഇവിടെ 0. വീണ്ടും എന്ത് ചെയ്യുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? തൊട്ട് താഴെ കാണുന്ന പിപ്പ് വീണ്ടും ചേഞ്ചായി 7ലേക്ക് പോകുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? വീണ്ടും 0 ആകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഓരോ 10 പിപ്പറ്റ് മുകളിലേക്ക് കൂടുന്തോറും താഴെ ഒരു പിപ്പ് കൂടുന്നതാണ്. ഇനി ഇവിടെ എന്ത് ചെയ്യുന്നു? പിപ്പ് ഇവിടെ 7 ആയിട്ടുണ്ട്. 8, 9. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ 0 ആകുന്നു. തൊട്ടടുത്ത് 6 മാറി 7 ആകുന്നു. വീണ്ടും ഇവിടെ വീണ്ടും പിപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9. അടുത്തെന്ത് ചെയ്യുന്നു? ഇവിടെ 0 ആകുന്നു. തൊട്ടടുത്തുള്ള 7 മാറി അവിടെ 8 ആകുന്നു. വീണ്ടും എന്ത് ചെയ്യുന്നു? 1, 2, 3, 4, 5, 6, 7, 8, 9. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ 0 ആകുന്നു, 0 ആകുന്നു. തൊട്ടടുത്തുള്ള 8 മാറി ഇവിടെ 9 ആകുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് എക്സ്ചേഞ്ച് റേറ്റ് മുകളിലേക്ക് കൂടുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വണ്ടിയൊക്കെ ഓടിക്കുന്നവരാണ് എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ കിലോമീറ്റർ മറിയുന്നത് നിങ്ങൾക്കറിയാം. സെയിം രീതിയിലാണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് മുകളിലേക്ക് കൂടുന്നത്. അതാണ് ഈ ഒരു പിപ്പിൻ്റെ വാല്യൂ മുകളിലേക്ക് കൂടുന്നത്. ജസ്റ്റ് നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓരോ 10 പിപ്പറ്റ് കൂടുമ്പോൾ താഴെ ഒരു പിപ്പ് ആഡ് ഓൺ ആകുന്നതാണ്. അതുപോലെ തന്നെ ഓരോ പിപ്പ് മുകളിലേക്ക് കൂടുന്തോറും തൊട്ടടുത്തുള്ള പിപ്പ് എന്ത് ചെയ്യും? ഇപ്പോൾ കൂടും. ഇപ്പോൾ ഇവിടെ 9 ആയിട്ടുണ്ടല്ലേ. വീണ്ടും ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇപ്പോൾ എന്താ? ഇവിടെ 799 ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇവിടെയും 0 ആകും. തൊട്ടടുത്തുള്ള ഈ 9ഉം 0 ആകും. 7 മാറി 8 ആകും. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ 0 ആകുന്നു. തൊട്ടടുത്ത് ഇവിടെ 1 ആകുന്നു. അപ്പോൾ ഇത്തരത്തിലാണ് എക്സ്ചേഞ്ച് റേറ്റ് മുകളിലേക്ക് കൂടുന്നത്. ഇനി എക്സ്ചേഞ്ച് റേറ്റ് താഴേക്കും വരും. മുകളിലേക്ക് മാത്രമല്ല, വില താഴേക്ക് ഇടിയാനും സാധ്യതയുണ്ട് അല്ലേ. അപ്പോൾ ഞാനിവിടെ എക്സ്ചേഞ്ച് റേറ്റ് ഒന്ന് തിരുത്തുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ പിപ്പറ്റ് 9 ആണ് ഇപ്പോൾ ഉള്ളത്. ടിപ്പാണെങ്കിലോ 8 ആണ് ഇപ്പോൾ ഉള്ളത്. എക്സ്ചേഞ്ച് റേറ്റ് നേരെ താഴേക്കാണ് വീഴുന്നത്. അപ്പോൾ ഇവിടെ 9, 8, 7, 6, 5, 4, 3, 2, 1, 0. അതായത് താഴേക്ക് കറങ്ങും. നേരെ ഓപ്പോസിറ്റ്, നേരത്തെ കണ്ടതിൻ്റെ
നേരെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, 8 മാറി 7 ആകും. വീണ്ടും ഇവിടെ ബാക്ക് ടു 9ലേക്ക് വരും. 8 7 6 5 4 3 2 1 ഇവിടെ 0 ആകും. തൊട്ട് താഴെ 7 മാറി എന്ത് ചെയ്യും, ഇവിടെ 6 ആകും. നേരെ ഓപ്പോസിറ്റ് താഴേക്ക് കറങ്ങുകയാണ്. അതായത് മേളിലേക്ക് പോകുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത്, എക്സ്ചേഞ്ച് റേറ്റ് താഴേക്ക് വീഴുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്താണ് എക്സ്ചേഞ്ച് റേറ്റ്, അഥവാ പിപ്പ് എന്താണ്, പിപ്പറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് മുകളിലേക്ക് പോകുന്നത്, എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയാണ് താഴേക്ക് വരുന്നത് എന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് മേജർ പെയർ, മൈനർ പെയർ ആൻഡ് എക്സോട്ടിക് പെയർ എന്നായിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ കറൻസിയാണ് ബേസ് കറൻസി, രണ്ടാമത്തെ കറൻസി കോട്ട് കറൻസിയാണ്. അപ്പോൾ എത്ര കോട്ട് കറൻസി വേണം നമുക്ക് ആ ഒരു ബേസ് കറൻസി മേടിക്കാനായിട്ട് എന്നാണ് നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് കാണിച്ചു തരുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്താണ് ബിഡ് പ്രൈസ്, എന്താണ് ആസ്ക് പ്രൈസ്, അപ്പോൾ ഈ ഒരു ബയറും സെല്ലറും തമ്മിലുള്ള ആ ഒരു പ്രൈസ് ഗ്യാപ്പിനെയാണ് നമ്മൾ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ എന്താണ് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന പിപ്പ് എന്താണ്, അതുപോലെ തന്നെ പിപ്പറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സെഷൻ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിക്കൊണ്ട് തന്നെ കൃത്യമായിട്ട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഞാൻ ആ ഒരു ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. കൃത്യമായിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാവരും ടെലഗ്രാം ചാനലിൽ ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എല്ലാവരും ജോയിൻ ആകുക. നിങ്ങൾക്ക് വരുന്ന ഓരോ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനും പഠിക്കാനുമായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.